ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഒരു വലിയ ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ് സാധനം എന്ന് വെച്ചാൽ സോളാർ ലൈറ്റ് ആണ്. അതായത് നമ്മുടെ വീട്ടിൻ്റെ പുറത്തേക്ക് വെക്കുന്ന സോളാർ ലൈറ്റ് ആണ്. പകൽ ചാർജ് ചെയ്യും, അതുപോലെ തന്നെ രാത്രി ഓട്ടോമാറ്റിക് ഓൺ ആകും. അതാണ് ഈ സംഭവം. ഇത് ഞാൻ ഓൾറെഡി ഈ സാധനം പൊട്ടിച്ച് നോക്കിയിരുന്നു. എന്തായാലും നമ്മളെ പുതിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ പൊട്ടിച്ച് നോക്കിയത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. വലിയ ബോക്സാണ്. ഇതിൽ 2 ലൈറ്റാണ് ഉള്ളത്. ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഓൾറെഡി ഇവിടുന്ന് പൊട്ടിച്ചിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഇതാണ് നമ്മളെ ലൈറ്റ്. ഞാൻ എടുക്കാം. ഇതിൽ വേറെ ഒന്നുമില്ല. ഒരു സ്ക്രൂ ഉണ്ട്, അത് ഇതിൻ്റെ സ്ക്രൂ ആണ്. ബോക്സ് മാറ്റി അങ്ങോട്ട്. അപ്പോൾ ഇതാണ് സോളാർ ലൈറ്റ്. നമ്മളെ ഔട്ട്ഡോറിൽ വെക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മളെ വാട്ടർ പ്രൂഫ് സാധനമാണ്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോളാർ ലൈറ്റാണ്. പിന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി 1200 mAh ബാറ്ററിയാണ്. പിന്നെ നമ്മളിത് 120 ഡിഗ്രി ആംഗിൾ സെൻസർ നമുക്കിതിൽ നിലവിൽ വരുന്നുണ്ട്. സെൻസർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മളത് ഡിസ്റ്റൻസ്, അത് നമ്മളെ സെൻസറിൻ്റെ സെൻസർ നമ്മളിത് ഇതിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അതിൻ്റെ ഡിസ്റ്റൻസാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കാണിക്കുന്നുണ്ട്, ക്വാളിറ്റി. പിന്നെ 100 LED ആണ് ഇതിൽ ഈ ലൈറ്റിലുള്ളത്. ജസ്റ്റ് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലൈറ്റ്. ഇതിൻ്റെ ഒരു സ്ക്രൂ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവലും വരുന്നുണ്ട്. ഇതും ചൈനീസ് സാധനം തന്നെയാണ് കേട്ടോ. ഇതാണ്ടില്ലേ, ചൈനീസ് സാധനമാണ്. ഇത് എത്രത്തോളം നിൽക്കുന്നു ഇതും അറിയത്തില്ല. ഫസ്റ്റ് നോക്കുന്നത് നമ്മൾ ഇതിൻ്റെ യൂസർ മാനുവൽ കണ്ടില്ലേ. ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ അല്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ബാക്കി. പിന്നെ ഇതിൻ്റെ സ്ക്രൂ ആണ് ഈ കാണുന്നത്. ഇത് നമ്മളെ ഗേറ്റിൻ്റെ നമ്മളെ തൂണുണ്ടല്ലോ, ആ തൂണ് ജസ്റ്റ് ഇത് സ്ക്രൂ ചെയ്ത് വെക്കേണ്ടതാണ്. അതിൻ്റെയാണ് ഈ സംഭവം. രണ്ടും ജസ്റ്റ് പാക്ക് പൊട്ടിയതാണ്. അതാണ് ഈ സ്ക്രൂ ഒക്കെ പുറത്തേക്ക് വന്നത്. ഇതാണ് നമ്മളെ ലൈറ്റ്. നല്ല വെയിറ്റ് ഉണ്ടോ സാധനത്തിന്. ഇതാണ് നമ്മളെ ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് നല്ല വെയിറ്റ് വരുന്നുണ്ട്. ഇത് മൊത്തം ഗ്ലാസ് ആണ്. ഇതാണ് ഇതിൻ്റെ സെൻസർ വരുന്നത്. PIR സെൻസറാണ്. PIR സെൻസർ നമുക്ക് ആമസോണിൽ വാങ്ങാൻ കിട്ടും. സെൻസർ മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ ഇതാണ് നമ്മളിതിൻ്റെ പാനൽ, സോളാർ പാനൽ വരുന്നത്, ചാർജ് ചെയ്യുന്ന ആ ഒരു സംഭവം. ഇത് പകൽ മൊത്തത്തിൽ ഈ സാധനം ചാർജ് ആവും. ഏകദേശം 6-7 മണിക്കൂർ 8 മണിക്കൂർ അങ്ങനെ എന്തോന്ന് സമയം പറഞ്ഞത്. ഫുള്ളായിട്ട് ചാർജ് ചെയ്യും. അതിനുശേഷം ഇതിന് കുറച്ച് മോഡ്സ് ഉണ്ട്. നമ്മുടെ രാത്രി ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകും. അതാണ് ഈ സ്വിച്ച് നോക്കിയാൽ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. കാരണം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ സോളാർ നമ്മളെ കൈ പൊത്തി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ സാധനം വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്കിപ്പോൾ കാണാൻ പറ്റും. നല്ല പവറാണ് കേട്ടോ. അടിപൊളി പവറാണ് ഈ സാധനത്തിന്. അങ്ങനെ നമ്മൾ എമർജൻസി ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഈ സംഭവം ധാരാളം മതിയാവും. പിന്നെ കണ്ടില്ലേ, ഇത് ഞാൻ ഇപ്പോൾ ഇത് സോളാറിന് ഇരുട്ടാണ്. അതായത് നമ്മൾ രാത്രി ഇരുട്ടാവുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. സോളാറിൻ്റെ മീത്ത ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വർക്ക് ചെയ്യും. കണ്ടില്ലേ, നല്ല പവറാണ് ഈ സാധനത്തിന്. എനിക്കിപ്പോൾ കാണാൻ പറ്റും ഇവിടെ എത്രത്തോളം പവർ ഉണ്ടെന്ന്. കണ്ടില്ലേ. പിന്നെ ഇന്നൊരു മോഡും കൂടി ഉണ്ട്. ഇതിങ്ങനെ ഒരു ഡിമ്മ് മോഡാണ്. അതിപ്പോൾ എനിക്ക് കാണിക്കാനായി. നമ്മുടെ സോളാർ ഇത് ലൈറ്റ് അടിക്കുന്നുകൊണ്ടാണ്. അങ്ങനെ കുറച്ച് മോഡ് ഇതിലുണ്ട്. അല്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇരുട്ടത്ത് വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഓഫാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ലൈറ്റ്. പിന്നെ ഇത് നമ്മളെ വാളിൽ വീടിൻ്റെ വാളിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഹോള് കൊടുത്തിട്ടുണ്ട് ഈ 2 സൈഡിൽ. പിന്നെ ലിഥിയം ബാറ്ററിയാണ്, അതുകൊണ്ട് നല്ല ബാക്കപ്പ് ഉണ്ട് ഇതിന്. പിന്നെ നമ്മളെ ബാക്കപ്പ് നല്ല ബാക്കപ്പാണ്. അതിനെക്കാട്ടും നല്ല ഇത് വർക്ക് ചെയ്യിക്കുന്നത് നമ്മളെ ആൾക്കാർ വരുമ്പോൾ ഓണാവും, ആൾക്കാർ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫാവും. ആ രീതിയിൽ വർക്ക് ചെയ്യിക്കുന്നതാണ് നല്ലത്. അതായിരിക്കും നല്ലത്. പിന്നെ വീട്ടിൽ മൃഗങ്ങളൊക്കെ വരികയാണെങ്കിൽ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും.
അതും നല്ല ഉപകാരമാണ്. ഇവിടെ നമുക്ക് തോട്ടത്തിലൊക്കെ ഈ സാധനം വെക്കാൻ കഴിയും. തോട്ടത്തിൽ മൃഗങ്ങൾ വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി ഈ സാധനം വർക്ക് ചെയ്യും. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ജസ്റ്റ് ഇതും കൂടി ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇത് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയ സാധനം തന്നെയാണ്. എനിക്ക് ആവശ്യത്തിന് വാങ്ങിയതാണ്. ഇത് ഏകദേശം ഇതിന് 400 ചില്ലറ രൂപ ഇതിന് വില വരുന്നുണ്ട്. അല്ലേ, ഇതും സ്ക്രൂ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതും സെയിം സാധനം തന്നെയാണ് കേട്ടോ. ഇത് രണ്ടിനും കൂടിച്ചാണ് 400, ഇതൊന്നിന് 200 അങ്ങനെ എന്തോന്ന് വില. ഞാൻ 2 സെറ്റ് ഓർഡർ ചെയ്തതാണ്. കണ്ടില്ലേ, ഇത് ജസ്റ്റ് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലേ, വേണ്ട, ഇത് ഡിമ്മാണ് കുറച്ചിതാ. ഇപ്പം ഡിമ്മായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. കറക്റ്റിൻ്റെ വർക്കിംഗ് ഓഫാണ്. കണ്ടില്ലേ, ഇത് രണ്ടും നല്ല സാധനം തന്നെ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് സാധനം. ഇത് ബാറ്ററി വെയിറ്റ് ആണോ അറിയില്ല, നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. നല്ല പാനലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ലൈറ്റ്. പിന്നെ ഇത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വാങ്ങിയത് ഗേറ്റിൻ്റെ ആ തൂണിന് സെറ്റ് ചെയ്യാണ്. അത് ഗേറ്റിൻ്റെ ഇരുവശത്തും സെറ്റ് ചെയ്യാണ് ഈ സാധനം വാങ്ങിയത്. അപ്പോൾ ആൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം ഓണാവും. അതല്ല, രാത്രി നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. ഏകദേശം 6 മണി 6 നമ്മൾ ആ ഇരുട്ടാണ് സമയം, നമ്മളെ സൺലൈറ്റ് പോകുന്ന ആ സമയത്ത് ഈ സാധനം വർക്ക് ചെയ്യും. അതായത് നമ്മൾ ഈ സോളാറിലേക്ക് ഇരുട്ട് വീഴുമ്പോൾ ഈ സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. അതല്ല, നമ്മളെ മോഷൻ മോഡ്, സെൻസർ മോഡ് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെയാണ്. ഈ സോളാറിൽ ഇട്ട് വീഴുമ്പോൾ സംഭവം ഓണാവില്ല. ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ, മൃഗങ്ങളോ അല്ല നമ്മൾ തന്നെ ആയിക്കോട്ടെ, വന്നു കഴിഞ്ഞാൽ ഈ സാധനം, ഈ സെൻസർ അത് തിരിച്ചറിയും. അതിനുശേഷം ഈ ലൈറ്റ് ഓൺ ആവും. പിന്നെ ആൾ പോയിട്ടാകുമ്പോൾ 2-3 സെക്കൻഡിനുള്ളിൽ ഈ സാധനം ഓഫ് ആവുകയും ചെയ്യും. അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സോളാർ ലൈറ്റ്. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്, രക്ഷയില്ല. അപ്പോൾ മഴയത്ത് ഇപ്പോൾ ഇത് വാട്ടർ പ്രൂഫാണ് സാധനം. വാട്ടർ പ്രൂഫ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് സംഭവം എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ജസ്റ്റ് ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കാണിച്ചു തരാം. പക്ഷേ ഇവിടെ ഫുള്ള് ഇരുട്ടാണ് കേട്ടോ. ഇവിടെ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. മൊത്തത്തിൽ എല്ലാം അടിച്ചു പോയിരിക്കുകയാണ് മഴ കാരണം. കാറ്റ് മഴയാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 2 സാധനം ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 സംഭവം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൺ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ ഓൺ ചെയ്താൽ ഈ സാധനം വർക്ക് ചെയ്യില്ല, കാരണം ഇപ്പോൾ ലൈറ്റ് അടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഇത് ഓൺ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ലൈറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് സംഭവം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ ഈ സാധനം വർക്ക് ചെയ്യും. അത് ഒന്ന് ഓൺ ചെയ്തു. രണ്ടാമത്തതും ഓൺ ചെയ്തു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലൈറ്റ് കാരണം ഒന്നും കാണുന്നില്ല. കണ്ട, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഇരുന്ന് നോക്കാം. അതിനുശേഷം ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഒന്ന് ഓഫ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇവിടുന്ന് മാറി കഴിഞ്ഞിട്ടാണ് ഇത് ഓഫായത്. അപ്പോൾ അടുത്തതും ഓഫാവും. ഏകദേശം കുറച്ച് 5-6 സെക്കൻഡ് എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. അവർ പറഞ്ഞ പോലെ 3 സെക്കൻഡ് അല്ല. അതും ഓഫായിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇവിടുന്ന് എണീക്കാൻ പോകുന്നതാണ്. കണ്ടില്ലേ, ഞാൻ ഇതിൻ്റെ എടുത്ത് വരുമ്പോൾ കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം ഓണാണ്. അപ്പോൾ അതാണ് സംഭവം. ജസ്റ്റ് ഞാൻ ഗേറ്റിന് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഇപ്പോൾ വെക്കാൻ പറ്റില്ല, അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ അതാണ് സംഭവം. പക്ഷേ ഡിം മോഡ് ജസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ ഡിം മോഡ് ഇതാണ് ഡിം മോഡ്. ജസ്റ്റ് താഴെ കൊണ്ട് ഗൈസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പവറാണ് ഇതിന്. ഇപ്പോൾ ഈ റൂം മൊത്തം വെളിച്ചാണ്. അത്യാവശ്യം നമുക്ക് എമർജൻസി ലൈറ്റ് അതിന് പകരം ഈ സാധനം യൂസ് ചെയ്യാം. എന്തായാലും നല്ല സംഭവം തന്നെയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഒന്ന് ഡിമ്മായിട്ടുണ്ട്. അതും ഡിമ്മായിട്ടുണ്ട്. ഇപ്പോൾ ചെറുങ്ങനെ വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഫുൾ ഡിമ്മാണ്. ജസ്റ്റ് ഞാൻ ഇവിടുന്ന് എണീച്ച് കഴിഞ്ഞാൽ ഈ സാധനം ബ്രൈറ്റ് ആവും. കണ്ടില്ലേ, ഞാൻ ഇവിടുന്ന് എണീക്കുമ്പോൾ സാധനം ബ്രൈറ്റ് ആവും. ഇതാണ് ഇതിൻ്റെ ഡിമ്മും ബ്രൈറ്റും മോഡ്. ഇതും ഡിം മോഡ് തന്നെയാണ്. ഇത് ഡിമ്മിൽ തന്നെ വർക്ക് ചെയ്യും. അതായത് ഫുൾ ടൈം ഡിമ്മിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ഒരു മോഡ് എന്ന് പറയുന്നത്. സാധാരണ ഡിം മോഡ്. പിന്നെ ഓഫാണ്. ഓക്കെ, പിന്നെ ഓഫാണ്. ഇത് ഇവിടുന്ന് താഴെ വീണു. ഇതാണ് സാധനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ജസ്റ്റ് ഗേറ്റിന് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇവിടെ ഭയങ്കര മഴയാണ്. നമുക്ക് ഇത് വെയിലിലൊന്ന് സെറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ മഴയത്ത് ഈ സാധനം ചാർജ് ചെയ്യും കേട്ടോ.
ചാർജ് ചെയ്തിരിക്കും. ഈ സാധനം എന്തായാലും മഴയത്ത് ചാർജ് ചെയ്യും, നല്ലപോലെ ചാർജ് ചെയ്യും. ഇതാണ് നമ്മുടെ സോളാർ ലൈറ്റ്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് ഇതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ മഴ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു ഗേറ്റ്. ആ ഗേറ്റിന് 2 തൂണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ആ തൂണിനാണ് നമ്മൾ സോളാർ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതേ ഈ തൂണിനാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റും നമ്മളെ ഗേറ്റിൻ്റെ തൂണാണ് സെറ്റ് ചെയ്തത്. ഇവിടെ ഒരു നൂല് ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും. ഇവിടെ ആണിയടിച്ച് അത് വള്ളി കെട്ടിയതാണ്. ഇതൊരു ഉറപ്പിന് വേണ്ടി കെട്ടിയതാണ്, കാരണം ഇത് ഒട്ടിച്ച് വെച്ചതാണ്, സ്ക്രൂ അടിച്ച് സെറ്റ് ചെയ്തതല്ല. കോൺക്രീറ്റ് ആയതുകൊണ്ട് ഡ്രില്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രൂ അടിക്കാൻ പറ്റൂ. ഇവിടെയും അതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചത്. പ്ലസ് കിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചതാണ് ഈ ലൈറ്റ്. അതിനുശേഷം നൂല് ഉപയോഗിച്ചിട്ട് നമ്മളത് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ സ്ക്രൂ അടിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്. കാരണം അവിടുന്ന് അടുക്കി പോയാലും ലൈറ്റ് താഴെ പോകത്തില്ല. ജസ്റ്റ് പൊത്തി കാണിച്ചു തരാം. വർക്കിംഗ് ആണ്, ഇപ്പോൾ ചാർജിങ് ആണ്. ഇപ്പോൾ ഏകദേശം സമയം 6:30 ആവാനായിട്ടുണ്ട്. സൂര്യപ്രകാശം ഏകദേശം മങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 സൈഡും ലൈറ്റ് ഉണ്ട്. ഇനി കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. അപ്പോൾ ഇത് ഒന്നാമത്തെ മോഡാണ്. ഇത് ഒന്നാമത്തെ മോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനടുത്തേക്ക് കണ്ടില്ലേ, ഇതിനടുത്തേക്ക് പോകുമ്പോൾ സാധനം വർക്ക് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. ഇതാണ് ഒന്നാമത്തെ മോഡ്. രണ്ടാമത്തെ മോഡ് എന്ന് പറഞ്ഞാൽ ഡിമ്മായിട്ട് ഈ സാധനം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ സാധനം ബ്രൈറ്റ് ആവും. ഇത് കണ്ട, ഇതാണ് രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് ഈ സാധനത്തിന്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എത്രത്തോളം വെളിച്ചമുണ്ടെന്ന്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ മോഡ്. മൂന്നാമത്തെ മോഡ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യും. അതായത് ഏകദേശം 1 മണിക്കൂർ ഈ സംഭവം വർക്ക് ചെയ്യും. അത് നല്ല ബ്രൈറ്റിൽ തന്നെ ഈ സാധനം വർക്ക് ചെയ്യും. 1 മണിക്കൂർ വർക്ക് ചെയ്യും. ഫുൾ ബ്രൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ രാത്രി ഡിം മോഡിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് പകലാവോളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ ഈ സോളാർ ലൈറ്റ് എങ്ങനെയായിരുന്നു? അടിപൊളി സംഭവം അല്ലേ? ഇതിപ്പോൾ വർക്ക് ചെയ്യില്ല, കാരണം അവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സോളാർ ലൈറ്റ്. ഇപ്പോൾ ഇവിടെ ഫുള്ള് ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മഴ പിടിച്ചിരിക്കുകയാണ്, മൊത്തം ഇരുട്ടാണ്. അതുകൊണ്ടാണ് ഈ സാധനം ഇപ്പോൾ വർക്ക് ചെയ്തത്. കണ്ടില്ലേ, ഇവിടെ വെക്കുമ്പോൾ സാധനം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഡിമ്മ് കണ്ടില്ലേ, ഇതിന് ഡിം തന്നെയാണ് കേട്ടോ. കുറച്ച് പവർ ഇതിനുണ്ട് ഡിമ്മിന്. ഇപ്പോൾ ഓഫാണ്. അപ്പോൾ ഇതാണ് ഈ ലൈറ്റ്. നല്ല സംഭവം, എനിക്ക് ഭയങ്കരമായിട്ട് ഈ സാധനം ഇഷ്ടപ്പെട്ടു. സംഭവം നല്ല അടിപൊളിയാണ്. കാരണം എമർജൻസിനെ കാട്ടി നല്ല ലൈറ്റാണ് ഈ സംഭവത്തിന് കിട്ടുന്നത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.